തന്ത്രിയിലല്ല മന്ത്രിയിലെത്തും അറസ്റ്റ്. മന്ത്രിയെ പൂട്ടുമോ ഉടനെ? തന്ത്രിയെ പൂട്ടിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. തന്ത്രിയെ പോലുള്ളൊരു വിശുദ്ധനായ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ട്. അവർ തന്ത്രി കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു കഴിഞ്ഞു. അതാണ് അതിൻ്റെ സംഗതി. ഒരാളെ അറസ്റ്റ് ചെയ്ത് അയാളെ കോടതിയിൽ ഹാജരാക്കി ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല, തന്ത്രി വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നിവർ വിധിച്ചു കഴിഞ്ഞു. ചിലർ ചോദിക്കുന്നുണ്ട് തന്ത്രി ചെയ്ത തെറ്റെന്താണെന്ന്. തന്ത്രി ചെയ്ത ഒന്നാമത്തെ തെറ്റെന്താണെന്നറിയാമോ? വ്യാജ മഹസർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് വ്യാജരേഖ ചമച്ചതാണ്. ആ വ്യാജരേഖ ചമച്ചതിന് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. അത് തന്ത്രി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 10 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ 4ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഈ വ്യാജ മഹസർ സൃഷ്ടിച്ച 1ാം പ്രതിയാണ് തന്ത്രി. അതാണ് തന്ത്രിക്ക് ഇതിനകത്ത് നേരിട്ടുള്ള ബന്ധം. ആ ബന്ധം ഇനി നിഷേധിക്കാൻ പാടില്ല. ആ രേഖയിലാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം അടങ്ങിയിരിക്കുന്നത്. എന്താണ് ആ കുറ്റകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മല്ലയ്യ കൊണ്ടുവന്ന് പൊതിഞ്ഞ 24 കാരറ്റ് സ്വർണത്തെ ആ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് മാറ്റിയിട്ട് വെറും ചെമ്പ് തകിട് മാത്രമാക്കി മാറ്റിയ റിപ്പോർട്ട് അതിനകത്താണ് വരുന്നത്. അതുകൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് തന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റമാണ്. 2ാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തന്ത്രിക്ക് എന്താ നേരിട്ട് ഇതിനകത്ത് പങ്കുള്ളത്? തന്ത്രിക്ക് പങ്കുണ്ട്. കാരണം ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലുള്ള മരാമത്ത് പണികൾ നടക്കണമെന്നുണ്ടെങ്കിലും തന്ത്രി അതിന് അനുവാദം കൊടുത്തിരിക്കണം. തന്ത്രി അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ദേവൻ്റെ അനുജ്ഞ വാങ്ങിയിരിക്കണം. അത് രേഖാമൂലം എഴുതി കൊടുക്കുകയും വേണം. വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ. തന്ത്രി പറഞ്ഞാൽ ദേവൻ്റെ അനുജ്ഞ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം തന്ത്രിക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ തന്ത്രി അത് രേഖാമൂലം എഴുതി കൊടുക്കണം. അപ്പോൾ വാതിലുകൾ പൊളിഞ്ഞ് തേക്കിലുണ്ടാക്കിയ വാതിലാണ്. ആ തേക്കിലുണ്ടാക്കിയ വാതിലിലൂടെ എങ്ങനെയാണ് എലി കടന്നു വന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വാതിൽ പഴുതിലൂടെ എലി കടന്നു വരുന്നു എന്ന് പറഞ്ഞ് തന്ത്രി എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്ത തന്ത്രി ആ അനുജ്ഞ കൊടുത്തിട്ടുണ്ട്. തന്ത്രി പറയാതെ ഇതിനകത്ത് ഒരു നടപടി അവരെടുക്കില്ല. അപ്പോൾ ആ അനുജ്ഞയും തന്ത്രി കൊടുത്തിട്ടുണ്ട്. 3ാമത് തന്ത്രി ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോറ്റി എന്ന ധൂമകേതുവിനെ ഇവിടെ കൊണ്ടുവന്ന് ഉപപ്രതിഷ്ഠയാക്കി അയ്യപ്പനോടൊപ്പം ഇരുത്തി എന്നുള്ളതും തന്ത്രി ചെയ്ത കുറ്റമാണ്. വേറെ കുറ്റങ്ങളൊക്കെ ഇനി ക്രമേണ കണ്ടെത്തിക്കോളും. ഇത്രയും കുറ്റങ്ങൾ തന്ത്രി ചെയ്തിട്ടുണ്ട്. മന്ത്രിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് നിയമം അനുസരിച്ചിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നിയമപരമായിട്ട്. എന്താ കാരണം? കേരള നിയമസഭയിലെ ഹിന്ദു MLA തിരഞ്ഞെടുക്കുന്നതാണ് ആര്? ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും. അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിച്ചിട്ട് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന കടമ മാത്രമാണ് ആർക്കുള്ളത്? മന്ത്രിക്കുള്ളത്. കഴിഞ്ഞാൽ മന്ത്രി കഴിഞ്ഞു. മന്ത്രിയുടെ ജോലി അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ ശബരിമല കൊള്ളയുടെ പണം ഏതെങ്കിലും മന്ത്രി കൈപ്പറ്റി എന്ന് തെളിഞ്ഞാൽ മന്ത്രി ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. അത് ഏത് മന്ത്രിയായാലും തിന്നേണ്ടി വരും. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നാണ് അതിനെ പറയുന്നത്. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഈ കൊള്ള മുതൽ ആരിലേക്കൊക്കെ എത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രത്തിൽ നിന്ന്. നമുക്ക് അത്രയല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളൂ. കാരണം എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്നുള്ള കാര്യം അവർക്കും ഹൈക്കോടതിക്കും മാത്രമാണ് കൃത്യം അറിയാവുന്നത്. നമുക്കൊന്നും കൃത്യം അറിയില്ല. അപ്പോൾ ഈ
കളവ് മുതൽ കൊള്ളപ്പണം, ആ കൊള്ളപ്പണത്തിൻ്റെ ഒരംശം ഏതെങ്കിലും മന്ത്രി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടും. ആ കൊള്ളപ്പണം ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടും. പണം മാത്രമല്ല, ഇതിനകത്ത് വേറെ ഇപ്പോൾ മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമലയിലെ കൊടിമരം മാറ്റിയൊരു സംഭവമുണ്ട്. ഒന്നാമത് കൊടിമരത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണെന്നറിയാമോ? ഇല്ല, ഏതാണ്? ചുരുങ്ങിയത് ഒരു 70 വർഷമെങ്കിലും പഴക്കമുള്ള വയസ്സുള്ള തേക്കായിരിക്കണം. ആ തേക്ക് നേരിട്ട് പോകുന്നതായിരിക്കണം. കേടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല. ഇത്ര ഇഞ്ച് അതിന് വ്യാസം വേണം എന്നുണ്ട്. അത് അവിടെ നിന്ന് വെട്ടി ഇവിടെ തേക്കാണ്, അത് അവിടെ നിന്ന് ഇവിടെ വെട്ടി കൊണ്ടുവന്നിട്ട് അത് ചെയ്തെടുക്കും, സീസൺ ചെയ്തെടുക്കും. ആ സീസൺ ചെയ്തെടുക്കുന്ന തേക്കാണ് എന്തിനുപയോഗിക്കുന്നത്? കൊടിമരത്തിന് ഉപയോഗിക്കുന്നത്. തന്ത്രി ഒരു ദിവസം പ്രഖ്യാപിക്കുന്നു, ആ തേക്കിൻ്റെ അടിയിൽ ചെതല് കയറിയെന്ന്. ഒന്ന് തേക്കിനെ ചെതല് തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ തന്ത്രി പറഞ്ഞ് തേക്ക് ചെതല് എന്ന് പോയിട്ടുണ്ട്, അടിക്ക് അത് ഇതുണ്ട്, അതുകൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ കൊടിമരം വെക്കാൻ ഒരു പ്രയാസമില്ല. കാരണം ശബരിമലയിൽ പുതിയ കൊടിമരം വെക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷേ പ്രശ്നം, ഈ കൊടിമരത്തിൽ പൊതിയുന്ന സ്വർണത്തിൻ്റെ അതിനെ പറഞ്ഞാൽ പറയെന്നാണ് അതിനെ പറയുന്നത്. ആ പറകളുണ്ട്, ആ പറകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. പുതിയ കൊടിമരം വന്നു, പുതിയ ഇത് വന്ന് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെതലും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺക്രീറ്റിലാണിത് വെച്ചിരിക്കുന്നത്, അവിടെ ചെതലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചെതല് ഉണ്ട് എന്നുള്ള കാര്യം തന്ത്രിക്ക് സ്വപ്ന ദർശനം ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, കാരണം തന്ത്രിയല്ലേ. അപ്പോൾ അവിടെ മുതൽ ഈ കൊള്ളയുടെ ഇതുണ്ട്. അതിൻ്റെ പറക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന റേറ്റ് അല്ല ഉള്ളത്. കാരണം അതിനൊരു ആൻറ്റിക് വാല്യൂ ഉണ്ട്, സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. ഈ ആൻറ്റിക് വാല്യൂവിനും സ്പിരിച്വൽ വാല്യൂവിനും വില നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. ആ വിലക്കുള്ള ഇത് വിറ്റിട്ടുണ്ട്, എത്ര പറകൾ വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കേണ്ടിയിരിക്കുന്നു, ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യം നോക്കേണ്ടിയിരിക്കുന്നു. ഈ പറകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യവും കൂടി ഓർക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇത് വിറ്റുണ്ടാക്കിയ പണം ആരൊക്കെ പങ്കുവെച്ചെടുത്തിട്ടുണ്ടോ അവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടും, തെളിഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ തെളിയില്ല. പക്ഷേ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളതൊരു ലോകതത്വമാണ്. ഈ രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ, ആ കൊള്ളക്കാരന് സപ്തർഷികൾ വന്നപ്പോൾ സപ്തർഷികളെ കൊള്ള ചെയ്ത്. അപ്പോൾ ചോദിച്ച്, നീ ഇതെന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ കുടുംബത്തെ പുലർത്താനാണ്. നീ ചെയ്യുന്ന തിന്മയുടെ ഫലം നിൻ്റെ കുടുംബം അനുഭവിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, അതെങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പോൾ ഈ കർമ്മഫലദോഷം വന്നുപെടും ഇതിനകത്ത്. ആ കർമ്മഫലദോഷം അനുഭവിക്കാതിരിക്കാനും കഴിയില്ല. തന്ത്രിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കർമ്മഫലദോഷം തന്നെയാണ്, അതൊക്കെ തന്ത്രി അനുഭവിക്കണം. പക്ഷേ അതുപോലെ മന്ത്രിക്കും ഈ കർമ്മഫലദോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മന്ത്രിയെ ആ അറസ്റ്റിൽ നിന്ന് തടയാൻ ഒരു പിണറായി വിജയനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അഥവാ മന്ത്രിയെ തടയണം എന്നുണ്ടെങ്കിൽ കോടതി വിചാരിച്ചാലേ തടയാൻ പറ്റുള്ളൂ, ഹൈക്കോടതി അങ്ങനെ കരുതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിത് ഈ തന്ത്രി ഇപ്പം തന്ത്രി നിരപരാധിയാണ്. തന്ത്രിയെപ്പോലൊരു നിഷ്കളങ്കനെ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹം നന്നായിട്ട് ചിരിക്കും, അദ്ദേഹം നന്നായി പെരുമാറി, ഇതിലൊന്നും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ വൈശിഷ്ട്യത്തെക്കുറിച്ചോ ഒന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഇതിൽ തർക്കമുണ്ട്. ഈ കാര്യത്തിൽ തുടങ്ങി ഒരു കുഴപ്പവുമില്ലാതിരുന്ന കൊടിമരത്തിൽ അത് തേക്ക് ചെതല് തിന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം.
അവിടെ മുതലുള്ള കാര്യങ്ങളുടെ അന്വേഷണം വരുന്ന സമയത്ത് ഇപ്പോൾ അന്വേഷണം അങ്ങോട്ടൊക്കെ പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പോറ്റി എന്ന് വന്നു എന്നുള്ള കാര്യം അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പോറ്റി വന്ന കാലം തുടങ്ങി അന്വേഷിക്കുമ്പോൾ ഇവർക്ക് പത്മകുമാറിന് മുൻപുണ്ടായിരുന്ന ബോർഡ് ഭാരവാഹികളും പ്രതികളാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതൊരു വലിയ രീതിയിൽ പോകുമ്പോഴല്ലാതെ ഇപ്പോഴുള്ള ഇത് വെച്ചിട്ടൊരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ മന്ത്രിയിലേക്ക് എത്തും ഇല്ല ഈ കാര്യം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എത്ര കോടിയാണെന്നുള്ള കാര്യം ഇനിയും നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് ED വന്ന അന്വേഷണം കഴിഞ്ഞാലേ ആ പണം എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ കഴിയും.